ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട തിളപ്പിച്ചതാണ്. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ, ബ്രെഡിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുട്ട തിളപ്പിച്ചത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടക്കറിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഞാനിപ്പോൾ 3 മുട്ടയ്ക്കുള്ള അളവുകളാണ് കേട്ടോ പറയുന്നത്. 3 മുട്ടയ്ക്ക് 3 സവോളയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി വേണ്ട. വലിയ തക്കാളി നമ്മൾ മുട്ട വേവിച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോഴാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് വേപ്പില മാത്രമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഈ കറിയിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേഗം കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് വേഗം കറി ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് ആദ്യം സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ നമ്മുടെ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയും നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുറുകെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കണോ ഇല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണോ എന്നുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിപ്പോഴല്ല ചേർക്കേണ്ടത്, അത് നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ നമുക്ക് സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഈ കറിക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഉപ്പ് ആവശ്യമാണെങ്കിൽ അപ്പോൾ ചേർക്കാം കേട്ടോ. മുട്ട ചേർക്കുന്നതിന് മുന്നേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി സവോള ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. സവോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എരിവിന് കൂടുതൽ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ ഈ ഒരു കറിയിൽ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തിട്ട് പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് തന്നെ കറി റെഡിയാക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ നന്നായിട്ട് നിൽക്കും. അപ്പോൾ കറിയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് അങ്ങ് മാറിപ്പോവും. നമ്മുടെ ഈ പൊടികളെല്ലാം കുക്കായി ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഒരുപാട് ഗ്രേവി ഉള്ള ഒരു കറിയല്ല കേട്ടോ, ഒരു സെമി ഗ്രേവി ഉള്ള കറിയാണ്. അപ്പോൾ ഇത് കുറേ ഗ്രേവി ആയിട്ടുള്ള കറിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോ ടേസ്റ്റ് മാറി വരാനായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ട വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർക്കണം. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ ഗ്രേവിയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം മുട്ടയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് മുട്ട ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു. ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തിള വരുന്ന ഭാഗം ഉണ്ടല്ലോ, തിള വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫ്ലെയിം കുറച്ചിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിക്കുമ്പോൾ എപ്പോഴും താഴ്ത്തി പിടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സ്പ്രെഡായി പോവാതിരിക്കാനാണത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ മുട്ട തിളപ്പിച്ച കറി ഉണ്ടാക്കുമ്പോൾ പരന്ന പാനിൽ ഉണ്ടാക്കുക. അതാണ് നമുക്ക് കൂടുതൽ മുട്ട സ്പ്രെഡായി പോവാതിരിക്കാൻ എളുപ്പം.
അപ്പം നിങ്ങൾ ഈ ഒരു അളവിൽ സവോളയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മുട്ട വരെ ചേർക്കാം. പക്ഷേ 3 മുട്ടയാണ് കറക്റ്റ് അളവ്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ഒരു സൈഡ് കുക്കായി വരട്ടെ. അതിന് ശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയി. ഇതാ മുട്ട ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തോന്നുന്നില്ലേ കറി ഉണ്ടാക്കി വന്നപ്പോൾ? വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ ഇതുപോലെ മുട്ട തിളപ്പിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഒരു സൈഡിൽ മുട്ടക്കറി ഉണ്ടാക്കുക, അടുത്ത സൈഡിൽ ചപ്പാത്തിയോ ഇടിയപ്പോ അപ്പോ ഒക്കെ ഉണ്ടാക്കുക. വളരെ എളുപ്പത്തിൽ കറിയും തയ്യാറാക്കുക, ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കുക, അല്ലെങ്കിൽ ഡിന്നർ തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ മുട്ട അടുത്ത സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ തിളച്ച് കുക്കായി, ഗ്രേവിയൊക്കെ തിക്കായി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം ഇരിക്കുമ്പോൾ വീണ്ടും തിക്കാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ 1 മിനിറ്റ് തുറന്ന് വെച്ച് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ച് ഈ ഒരു സ്പാറ്റിലയിൽ ഇട്ട് കൊടുത്തിട്ട് ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ. അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അങ്ങനെ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർക്കാം, മുളക് പൊടി ഒന്നും ചേർക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട തിളപ്പിച്ച കറി. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുക, സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആ തിളയ്ക്കുന്ന ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കുന്ന ഭാഗത്ത് താഴ്ത്തി ഒഴിച്ചു കൊടുക്കുക. പൊക്കി പിടിച്ച് ഒഴിക്കരുത്, മുട്ട സ്പ്രെഡായി പോകും. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട തിളപ്പിച്ച കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ ടിപ്സ് ഉൾപ്പെടുത്താം, ഇടയ്ക്ക് കുക്കിങ്ങിന് മുന്നേയോ കുക്കിംഗ് കഴിഞ്ഞിട്ടോ ഒക്കെ ടിപ്സ് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സും കൂടി യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ചപ്പാത്തിയോടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിയോടെ കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലികൾ നോക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.